രാജേട്ടാ, നമ്മളെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ ആനിവേഴ്സറിക്ക് എന്താ കൊടുക്കാൻ ചോദിക്കട്ടെ. കുറെ ആൾക്കാർ ഫ്രീ ഫുഡ് വേണം, പറ്റുമോ? എല്ലാവർക്കും ഫ്രീ ഫുഡ് കൊടുക്കാം. 10,000-2,500 ആൾക്കാർ ഡെയിലി വരുന്നുണ്ട്. കുഴപ്പമില്ല, എത്ര ആള് വന്നാലും ഒരു ടൈം വെച്ചേക്ക്. 11 മണി മുതൽ 2 മണി വരെ ആ ടൈം വെച്ചിട്ട് പിന്നെ കൊടുത്തേക്കും. അത് മാത്രമല്ല, നമ്മൾ ചോറുമീൻ എന്ന് പറയുന്നത് ഈ കുറ്റിപ്പുറം പോലുള്ള സ്ഥലത്ത് ഈ ഒരു ഉള്ളേരിയയിൽ ആരും അറിയാത്തൊരു ഏരിയയിൽ ഒരുപാട് ആളുകൾ നമ്മളതിൽ വന്നില്ലേ. അത് ഓരോരുത്തർ വന്ന് അവരുടെ ഒരു വിശ്വാസം കൂടിയുണ്ട്. ഫാമിലിയെ കൂട്ടി വന്ന് ഈ ഒരു വർഷം ഏറ്റവും നല്ല രീതിയിൽ നമുക്കത് കൊണ്ടുപോകാൻ സാധിച്ചു. അതേപോലെ ഈ ചേച്ചിമാർ പിന്നെ കുറ്റിപ്പുറം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിന് നമുക്ക് ഒരു നമ്മുടെ സന്തോഷമായിട്ട് എത്ര പേര് വന്നാലും നല്ല സദ്യയും നല്ല പാലട പായസവും ഒരു പഴവും നമ്മൾ സൗജന്യം എന്ന് പറയണ്ട, നമ്മുടെ സന്തോഷത്തിന് വില അവർ കൊടുക്കും. എത്ര പേര് വന്നാലും ഒരു കുഴപ്പമില്ല. നമുക്ക് അത്രയും മനസ്സറിഞ്ഞ് കൊടുക്കുന്നതാണ് ഇത്. എൻ്റെ വീട്ടിൽ വന്ന് കഴിക്കുന്ന പോലെ ഫീൽ ചെയ്താൽ മതി, അല്ലാതെ അതിൽ വേറെ ഒന്നും വേണ്ട. അപ്പൊ 7-ാം തീയതി ഇവിടെ ഒരു കല്യാണമാണ്. നമ്മൾ അതിലൊക്കെ എല്ലാം അറേഞ്ചും ചെയ്യും. സെക്യൂരിറ്റികൾ ഒരുപാട് സെക്യൂരിറ്റിമാരെ നിർത്തിക്കൊണ്ട് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് എന്റെ വീട്ടിൽ എങ്ങനെയാണ് വരുന്നത്, പക്ഷെ ഞാൻ എങ്ങനെയാണോ അവരെ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ഈ ചോറും മീനും കുടുംബത്തിൽ വന്നിട്ട് ഈ കുടുംബത്തോടെ പിന്നെ ഭക്ഷണം. അപ്പൊ ജൂലൈ 7-ാം തീയതി ഇതൊരു ചോറും മീനും കഴിക്കാത്തവരും ചോറും മീനും കഴിച്ചവരും ഒരു വട്ടം കൂടി കഴിക്കണം ആഗ്രഹമുള്ളവർ നേരെ നമ്മൾ ചോറും മീനിക്ക് വരിട്ടാ. എന്താറിയോ, നമ്മളെ ഒരു വർഷം തികയാൻ പോണ്. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങക്ക് നമ്മളൊക്കെ നല്ല പാലടവും മാമ്പഴ പുളിശ്ശേരിയും സാമ്പാറും മീൻകറിയും കൂട്ടി ഒരു ഉഷാർ സദ്യ ചോറും മീനിന്റെ വകയാണ്. ആരും മറക്കണ്ടട്ടാ. അപ്പൊ എന്തായാലും 7-ാം തീയതി ഡേറ്റ് ഓർമ്മിച്ചോളി.